ഹലോ ഫ്രണ്ട്സ്, BDO, പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി എന്നീ ഉയർന്ന പോസ്റ്റുകളിലേക്കുള്ള LSGS നോട്ടിഫിക്കേഷൻ ഉടനെ വരാനിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ എല്ലാവരും ആരംഭിച്ചു കഴിഞ്ഞു. PSC ടോക്സ് ഈ ഒരു LSGS കോഴ്സിന് വേണ്ടി ഹൈ ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾ കണ്ടാൽ അറിയാം. 140 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിഗ്രി ലെവൽ സിലബസ്, അതായത് LSGS സിലബസ് കംപ്ലീറ്റ് ചെയ്യും. എന്ന് മാത്രമല്ല, ഇതിൽ ഈ വീക്കെൻഡിൽ മൺഡേ ടു സാറ്റർഡേ ആണ് ക്ലാസ്സുകൾ ഉണ്ടാകുക. എല്ലാ വീക്കെൻഡിലും ടെസ്റ്റ് കറക്റ്റായിട്ടുണ്ടാവും. സൺഡേസിൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതായത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ലൈവായിട്ടാണ്. സൂം ലൈവായിട്ട് രാത്രി 9 മുതൽ 10 വരെയാണ് ഈ ക്ലാസ്സുകൾ നടക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഹൈ ഫോക്കസ് ഏരിയ സിലബസിലെ ഹൈ ഫോക്കസ് ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ഒപ്പം തന്നെ അതിലുള്ള ഇൻ്റലിജൻറ്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് വെച്ച് എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനെ എലിമിനേറ്റ് ചെയ്യാം എന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ നിങ്ങൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയുള്ള ഒരു പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഇത്രയും മികച്ച രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത്, അതായത് 140 ദിവസത്തെ ഷെഡ്യൂളുള്ള മറ്റൊരു പ്രോഗ്രാം ഉണ്ടെന്ന് സംശയമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിസംബറിന് ശേഷം ഡിസംബർ അവസാനത്തോടുകൂടെ വരുന്നു ജനുവരി. അങ്ങനെ ജനുവരിയിൽ വ്യക്തമായിട്ട് ഓരോ സബ്ജക്ട്സും ഉണ്ട്. ജോഗ്രഫി, ഇംഗ്ലീഷ്, കേരള ഗവേണൻസ്, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ്. അതുപോലെ ജനുവരി 2024 ജനുവരിയിൽ ഇതേപോലെ തന്നെ കാണാം. പോളിറ്റി ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. ഇതൊക്കെ എടുക്കുന്ന സബ്ജക്ട്സ് ടീച്ചേഴ്സിനെ കുറിച്ച് കൂടെ പറയണം. ഇതെല്ലാം എടുക്കുന്നത് പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ഡിഗ്രി ലെവൽ എക്സാംസിൽ ടോപ്പ് ആയിട്ടുള്ള ആ റാങ്ക് ലിസ്റ്റ് കടന്നുകൂടി അതിൽ മികച്ച രീതിയിൽ, അത് ഒരു റാങ്ക് ലിസ്റ്റിലല്ല 10-12 റാങ്ക് ലിസ്റ്റിലുള്ളവർ വരെ ഇതിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട്, അതുപോലെ അശ്വിൻ സാറുണ്ട്, അതുപോലെ പ്രശാന്ത് സാറുണ്ട്, നന്ദന മാഡം, ഇങ്ങനെ എല്ലാവരും എസ്തർ മാഡം എന്ന് പറഞ്ഞ് 7ഓളം ഫാക്കൽറ്റികളാണ് ഇതിന് വേണ്ടി നമ്മൾ ക്ലാസ് എടുക്കാം. ഇവിടെ മാത്സ് എടുക്കുന്ന ലക്ഷ്മി മാഡം SA റാങ്ക് ലിസ്റ്റിലുള്ള വ്യക്തിയാണ്. അതേപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് ശേഷം ജാനുവരിക്ക് ശേഷം പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഫെബ്രുവരിയിലും ഇതേപോലെ തന്നെ കാണാം. അതായത് 2024 ഫെബ്രുവരിയിലുള്ള ഏതൊക്കെ ക്ലാസ്സുകൾ ഏത് ദിവസം പോകുന്ന കറക്റ്റായിട്ട് ഇവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ അതാ കറണ്ട് അഫയേഴ്സ്, അതുപോലെ ജോഗ്രഫി, ഇംഗ്ലീഷ്, അതുപോലെ സൺഡേ ഉള്ള ടെസ്റ്റ് അതേപോലെ തന്നെ പോകുന്നു. മലയാളം, മാത്സ്, പിന്നീട് നമുക്ക് വീണ്ടും അതുപോലെ തന്നെ കേരള ഗവേണൻസ് കാണാം, കറണ്ട് അഫയേഴ്സ് കാണാം. ഓക്കെ, ഇത് മാർച്ചിൽ ജോഗ്രഫി, ഇംഗ്ലീഷ് എടുക്കുന്ന എസ്തർ മാഡമാണ്. ഇനി അതിനുശേഷം നമുക്കുള്ളത് കറണ്ട് അഫയേഴ്സ്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഈ ഒരു ഏരിയ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഞാനായിരിക്കും. ഇനി മാർച്ച് അവസാനത്തോടുകൂടി തന്നെ ഏതാണ്ടൊക്കെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ കാണുന്നത് മാർച്ച് 30-ആം തീയതി ഈ IoT ടെക്നിക്സ് ഉള്ള കുറേയധികം സെഷൻസ് അതിൻ്റെ അവസാനം കാണുന്നുണ്ട്. ഇനി ഏപ്രിൽ 1-ാം തീയതി മുതൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്, അതായത് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ. അങ്ങനെ ഒരു ഏപ്രിൽ 4-ന് ഇത് അവസാനിക്കുന്ന രീതിയിലാണ്. അതായത് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ഹൈ ഫോക്കസ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ 9 to 10:30 ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ്, പിന്നെ ഇതേപോലെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഒപ്പം തന്നെ ടെസ്റ്റ് സീരീസ് ലഭ്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മെൻറ്റർഷിപ്പാണ്. കാരണം ഒരു സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ എന്നുള്ളത് അത് അറിയാൻ പറ്റുന്നത് ടോപ്പ് റാങ്ക് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെടുത്തൊരു മെൻറ്റർഷിപ്പ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിലബസിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇനി ഇതിൽ മറ്റൊരു പ്രത്യേകത പറയേണ്ടത്, ഒരു 140 ഡേയ്സ് കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നല്ല റാങ്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന LSGS, BDO, പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി, അത് ഒരു ഡിഗ്രി ലെവൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടാണ്. മറ്റൊന്നുകൊണ്ടല്ല, 2014 ഇതിൻ്റെ മുന്നേ പരീക്ഷ നടന്നത്. ഇനിയിപ്പോൾ എക്സാം നടക്കാൻ പോകുന്നത് 2024, അതായത് 8 വർഷം ശേഷമാണ് എക്സാം നടക്കുക. ഈ ഒരു വേക്കൻസി പ്രതീക്ഷിക്കപ്പെടുന്നത് 250 മുതൽ 300 വേക്കൻസി വരെ ഉണ്ടാകും. ഇനി ഈ ഒരു വേക്കൻസി ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം 2014 ഉണ്ടായിരുന്നത് ജസ്റ്റ് 8 വേക്കൻസിയാണ്. ഇനി ഒരു പരീക്ഷ ഇതേപോലെ നടക്കണം, കണ്ടിന്യൂസ് ആയിട്ട് 2 വർഷം കൊണ്ട് പരീക്ഷ നടക്കും, ഇത്രയും വേക്കൻസി ഇനി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സുവർണ അവസരമാണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഡിഗ്രി ലെവൽ, അത് ഏറ്റവും ടോപ്പായിട്ടുള്ള ഗസറ്റഡ് ഓഫീസർ തസ്തികയാണ് നിങ്ങളുടെ ഒപ്പം പോരും. ഓക്കെ, അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഫോൺ ചെയ്യാവുന്നതാണ്.